2026 ഫിഫ വേൾഡ് കപ്പിന് ഇനി വെറും ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. എന്നാൽ ഫിഫയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയതും ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ പങ്കെടുക്കുന്നതുമായ ടൂർണമെന്റാണ് ഇത്. ഇതുവരെ നടന്ന എല്ലാ വേൾഡ് കപ്പുകളിലും 32 ടീമുകളായിരുന്നു പങ്കെടുത്തിരുന്നത്. എന്നാൽ 2026 മുതൽ അത് 48 ടീമുകളായി ഉയരുകയാണ്. അതായത് 16 പുതിയ രാജ്യങ്ങൾ കൂടി വേൾഡ് കപ്പിൽ പങ്കെടുക്കാനുള്ള അവസരം കൊടുക്കുന്നു. ഇത് ചെറിയ രാജ്യങ്ങൾക്കും വളർന്നു വരുന്ന ഫുട്ബോൾ രാഷ്ട്രങ്ങൾക്കും വലിയൊരു നേട്ടം തന്നെയാണ്. 2022 ഖത്തർ ലോകകപ്പിൽ ആകെ 64 മത്സരങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ 2026 വേൾഡ് കപ്പിൽ അത് 104 മത്സരങ്ങളായി ഉയരും. അതായത് ആരാധകർക്ക് കൂടുതൽ മത്സരങ്ങൾ കാണാനും കൂടുതൽ ടീമുകളെ പിന്തുണയ്ക്കാനും അവസരം ലഭിക്കും. അതുപോലെ തന്നെ ചരിത്രത്തിൽ ആദ്യമായാണ് 3 രാജ്യങ്ങൾ ചേർന്ന് വേൾഡ് കപ്പ് സംഘടിപ്പിക്കുന്നത്. അതെ, അമേരിക്ക, കാനഡ, മെക്സിക്കോ. ഇത്ര വലിയ തോതിൽ മത്സരങ്ങൾ നടക്കുന്നതിനാൽ നിരവധി സ്റ്റേഡിയങ്ങളും നഗരങ്ങളും ടൂർണമെന്റിന്റെ ഭാഗമാകും. മെക്സിക്കോ 3ാമതും വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്യുന്ന ആദ്യ രാജ്യമായി മാറും. ആദ്യ കാലഘട്ടത്തിൽ ഫിഫ 48 ടീമുകളെ 16 ഗ്രൂപ്പുകളാക്കി ഓരോ ഗ്രൂപ്പിലും 3 ടീമുകൾ എന്ന രീതിയിലായിരുന്നു പദ്ധതിയിട്ടത്. എന്നാൽ പിന്നീട് ആരാധകരുടെയും വിദഗ്ധരുടെയും അഭിപ്രായം പരിഗണിച്ച് ഫിഫ പുതിയ ഫോർമാറ്റ് സ്ഥിരീകരിച്ചു. ഇപ്പോൾ 48 ടീമുകളെ 12 ഗ്രൂപ്പുകളിലായി 4 ടീമുകൾ വീതം ഉൾപ്പെടുത്തും. ഓരോ ടീമിനും കുറഞ്ഞത് 3 മത്സരങ്ങളെങ്കിലും കളിക്കാൻ സാധിക്കും. ഇത് കൂടുതൽ ന്യായമായ മത്സരക്രമമാണെന്ന് പലരും വിലയിരുത്തുന്നു. 48 ടീമുകൾ പങ്കെടുക്കുന്നതിനാൽ നോക്കൌട്ട് റൗണ്ടും വലുതാകും. ഗ്രൂപ്പ് ഘട്ടത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന കൂടുതൽ ടീമുകൾ അടുത്ത റൗണ്ടിലേക്ക് കടക്കും. അതുകൊണ്ട് അണ്ടർഡോഗ് ടീമുകൾ ചരിത്രം സൃഷ്ടിക്കാനുള്ള സാധ്യതയും വർദ്ധിക്കുന്നു. ഏഷ്യ, ആഫ്രിക്ക, കോൺകകഫ് എന്നീ മേഖലകളിൽ മുമ്പത്തേക്കാൾ കൂടുതൽ യോഗ്യതാ സ്ഥാനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇതിലൂടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ടീമുകൾ വേൾഡ് കപ്പിൽ പങ്കെടുക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. അതുപോലെ തന്നെ കൂടുതൽ മത്സരങ്ങളും കൂടുതൽ ആരാധകരും കൂടുതൽ രാജ്യങ്ങളും പങ്കെടുക്കുന്നതിനാൽ 2026 വേൾഡ് കപ്പ് ഫിഫയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വരുമാനം സൃഷ്ടിക്കുന്ന ടൂർണമെന്റുകളിൽ ഒന്നായിരിക്കും. ടിക്കറ്റ് വിൽപ്പന, ബ്രോഡ്കാസ്റ്റിംഗ് അവകാശങ്ങൾ, സ്പോൺസർഷിപ്പുകൾ എന്നിവയിൽ റെക്കോർഡ് വരുമാനം പ്രതീക്ഷിക്കപ്പെടുന്നു. 3 രാജ്യങ്ങളിലായി മത്സരങ്ങൾ നടക്കുന്നതിനാൽ ടീമുകൾക്കും ആരാധകർക്കും കൂടുതൽ യാത്ര ചെയ്യേണ്ടി വരും. ഇത് ചില വെല്ലുവിളികൾ സൃഷ്ടിച്ചുവെങ്കിലും ലോകത്തിലെ വിവിധ നഗരങ്ങളിൽ ഫുട്ബോൾ സംസ്കാരം അനുഭവിക്കാൻ ആരാധകർക്ക് അവസരമുണ്ടാക്കും. ഇനി ഏറ്റവും വലിയ ചോദ്യം, ഈ പുതിയ ഫോർമാറ്റ് ഫുട്ബോളിന് ഗുണകരമാണോ? ചിലർ പറയുന്നത് കൂടുതൽ ടീമുകൾ വരുന്നത് മത്സരങ്ങളുടെ നിലവാരം കുറയ്ക്കുമെന്നാണ്. എന്നാൽ മറ്റു ചിലരുടെ അഭിപ്രായം പുതിയ രാജ്യങ്ങൾക്ക് ലോകവേദിയിൽ തങ്ങളുടെ കഴിവ് തെളിയിക്കാനുള്ള അവസരം ലഭിക്കുമെന്നുമാണ്. അവസാനമായി കാര്യങ്ങൾ വിലയിരുത്തേണ്ടത് ആരാധകരാണല്ലോ. ഒരു കാര്യം എന്തായാലും ഉറപ്പാണ്, 2026 ഫിഫ വേൾഡ് കപ്പ് അത് ചരിത്രത്തിലെ ഏറ്റവും വലിയതും അതുപോലെ ഏറ്റവും ആവേശം നിറഞ്ഞതുമായിരിക്കും. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ മാറ്റങ്ങൾ ഫുട്ബോളിന് ഗുണകരമാണോ? കമന്റിൽ അറിയിക്കൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.